അഡ്വക്കേറ്റ് വിൽസൺ മേനാട്ടിൻ്റെ വിവാഹ വാർഷിക ആഘോഷവും അദ്ദേഹത്തിൻ്റെ മകൻ ലെവിൻ ടി തോമസ് അഡ്വക്കേറ്റ് ആയതിൻ്റെ ആഘോഷവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് വളരെ ഗംഭീരമായി നടന്നു. വളരെ അടുപ്പമുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു. ഞാനും അഡ്വക്കേറ്റ് അജിൽ വി രാജനും ക്ഷണമുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള സ്വകാര്യ ക്ലബിൽ അവിടുത്തെ പാർട്ടിയിലൊക്കെ പങ്കെടുത്തു. സന്തോഷമായിട്ട് തിരിച്ചു പോന്നു. വിൽസൺ സാറിനെ ഞങ്ങൾ വിളിക്കുന്നത് ആഘോഷങ്ങളുടെ രാജാവ് എന്നാണ്. എന്തും ഏതും അദ്ദേഹം ഒരു ഫംഗ്ഷൻ വെക്കും, ആഘോഷമാക്കും. 10 പേരെ വിളിക്കും, ആഹാരം കൊടുക്കും, സന്തോഷമായിട്ട് ആ ചടങ്ങ് നിർവഹിക്കും. നാട്ടിലും അദ്ദേഹത്തിന് നല്ല ബഹുമാന്യതയാണ്. നല്ല ഫീസും വാങ്ങിക്കും, നല്ല കേസുമുണ്ട്, നല്ലതുപോലെ ദാനവും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നന്നായി വരട്ടെ. ഈ ഫംഗ്ഷൻ്റെ വിശദവിവരങ്ങളിലേക്ക്. പ്രിയപ്പെട്ട കോശിയച്ചൻ അടുത്ത സമയത്താണ് അച്ഛൻ നമ്മുടെ സബേരിസിൽ വരുന്നത്. തിമോച്ചൻ വരും. അപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നവീ സിസ്റ്റർ, പ്രിയപ്പെട്ട സിസ്റ്റർ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. സിസ്റ്റർ സോ പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള വലിയ നന്ദിയുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എങ്ങനെ പറയണമെന്നറിയത്തില്ല. പ്രിയമോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ശരത്ത് മതി, എൻ്റെ അനന്തരവൻ്റെ അമ്മാച്ചന്മാരും ഫാദറിലോയും മദറിലോയും വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ ദൂരെ നിന്നാണ് വന്നത്. വളരെ സൗഹൃദങ്ങളാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങളുടെ ചർച്ചക്കാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങൾ ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഞങ്ങളുടെ അഭിഭാഷക സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഡോക്ടറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്. പ്രിയപ്പെട്ട മനു, പ്രിയപ്പെട്ട അജിൽ, അവരൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫ് മുഴുവൻ വന്നിട്ടുണ്ട്. എൻ്റെ സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ജോയ്സിൻ്റെ ക്ലബിൽ ഞങ്ങളുടെ മെമ്പർ ഉൾപ്പെടെയുള്ള അവരുടെ വുമൻസ് ക്ലബിൻ്റെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ റോട്ടറിയുടെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് വീട്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതരുണ്ട്. എല്ലാം ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഇപ്പോൾ ഇവിടെ റൈച്ചാന അമ്മാമയൊക്കെ ഉണ്ട്. എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, എൻ്റെ അളിയനും സഹോദരിയും ഒക്കെ ഉണ്ട്.
തീർച്ചയായിട്ടും വളരെ സംഘർഷപരമായ ജീവിതമായിരുന്നു ഞങ്ങളുടെ എന്ന് എല്ലാവർക്കും അറിയാം. വളരെ വിവാഹം തന്നെ സംഘർഷത്തിലായിരുന്നു. ജോയ്സിന്റെ അപ്പം നടത്തി തരാതിരിക്കാനാവുന്ന സംഘർഷത്തിലൂടെ ആയി വിവാഹം. ഇല്ലാത്ത ഏക അഭിഭാഷകൻ ഞാനാണ്. കാരണം എൻ്റെ മണി മാറ്റേഴ്സ് മുഴുവൻ മാറി ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഞാനൊന്നും അറിയത്തേ ഇല്ല. ഭയങ്കര ഒരു ഡീറ്റെയിലോ പിന്നെ ITR സംബന്ധിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല, ആലോചിക്കാറുള്ളതെല്ലാം ജോയ്സാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ പഠനവും ഭാവിയും കാര്യങ്ങളെല്ലാം ജോയ്സാണ് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ വളരെ കണ്ണീര് കുതിർന്ന പാർത്ത്, പിന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഇന്നിവിടെ കൂടി എല്ലാവരോടും നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അച്ഛന്മാരോട് പ്രത്യേകം നന്ദി. നമ്മുടെ സഭയുടെ തുലക സഭയുടെ സിസ്റ്റം വികാരി അറിയാതെ ഒന്നും നടക്കുന്നില്ല. തടത്തിലച്ഛൻ സീനിയർ വക്കീൽ അച്ഛനാണെങ്കിൽ പോലും ഞാൻ വികാരിച്ചൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് തടത്തിലച്ഛനെ വിളിച്ചത്. അപ്പോൾ വികാരിച്ചൻ്റെ പെർമിഷൻ എടുത്തില്ലെങ്കിൽ വികാരിച്ചൻ പറയുക വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ നമ്മുടെ സഭയുടെ സെറ്റപ്പ് അതാണ്. പ്രിയപ്പെട്ട വികാരിച്ചന് ഈ ചടങ്ങുകളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി വിവരം കൊടുക്കുകയും അദ്ദേഹം കൃത്യമായി നിർദ്ദേശം തരികയും ചെയ്തിരുന്ന അച്ഛനോടുള്ള പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും. ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരാളെ ഞാൻ വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. ജോയ്സിൻ്റെ അമ്മാച്ചൻ കുടുംബം കുഞ്ഞുവച്ചാനും കുഞ്ഞുങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർക്കുന്നു. താങ്ക് യു. Congratulations to you. Congratulations to you. Congratulations to you. Congratulations to you. എനിക്ക് വളരെ കഴിക്കാൻ പറ്റും. അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഞാൻ അനുഭവിക്കും. അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഞാൻ വേണം അനുഭവിക്കും. കുഞ്ഞിന്റെ പേരെന്തുവാ? കുഞ്ഞിന്റെ പേര് പറയാൻ അറിയത്തില്ല. അമ്മ കുഞ്ഞിന്റെ പേരെന്തുവാ? ആ, ഇത് റിനോ വക്കീല്. റിനോ വക്കീലും 5 മക്കളും ഇല്ലയോ? മാൻ ഓഫ് ദ വാച്ച് അച്ഛാ, അമ്മാമ്മയും നിങ്ങളുമായിട്ടുള്ള പിന്നെ ദാമ്പത്യ ബന്ധം സന്തോഷകരമാണോ? 32 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏറ്റവും അടിപൊളിയായി പോകുന്നു. 3 ആൺകുഞ്ഞുങ്ങളെ. സന്തോഷകരമാണ്. ഏറ്റവും സന്തോഷകരമായിട്ട് ആഹ്ലാദകരമാണ്. ആഹ്ലാദപരം. അത്രയും പോരാ. ഈശ്വര സഹായിക്കട്ടെ. ഇനി അങ്ങനെ തന്നെ പോട്ടെ.
കഴിച്ചു. എൻ്റെ ഒരു ഗിഫ്റ്റ് ബാഗ് ഇതുണ്ട്. അത് നാളെ മറ്റേ